UDFിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന സ്ത്രീകളുടെ സൗജന്യ KSRTC യാത്രയ്ക്ക് ഈരാറ്റുപേട്ട ഡിപ്പോയിലും തുടക്കമായി. രാവിലെ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ആദ്യ ടിക്കറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മോഹൻദാസ് KB സ്വാഗതമാശംസിച്ചു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല R, തിടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബിനോ, തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് സതീഷ് കുമാർ, KA മുഹമ്മദ് ഹാഷിം, തോമസ് കുട്ടി, സാബു പ്ലാത്തോട്ടം, PH നൌഷാദ്, ഹസീബ് വെളിയത്ത്, ഷിയാസ് മുഹമ്മദ്, അനസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും തൊഴിലാളി സംഘടനാ പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മലയോര മേഖലകളിലേക്കുൾപ്പെടെ 19 ബസ്സുകൾ, 140 സർവീസുകളാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് സ്ത്രീ യാത്രക്കാർക്ക് വളരെയേറെ ഗുണപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എങ്കിലും ചില മേഖലകളിലേക്ക് KSRTC സർവീസുകൾ ആവശ്യത്തിനില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. സതീശൻ സർക്കാർ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര. അധികാരത്തിലേറി ദിവസങ്ങൾക്കകം അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ തീരുമാനത്തിലേക്ക് കടക്കുന്ന ഒരു നിമിഷമാണിത്. KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3500-ലധികം കേരള സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ നിന്നും KSRTC ഡിപ്പോയിൽ നിന്നും മലയോര മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ബസ്സുകൾ ഈ ആനുകൂല്യത്തിന് അർഹതയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് KSRTC ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അടക്കമുള്ള സംസ്ഥാന സർക്കാർ ഇതൊരു താൽക്കാലികമായ ഒരു പ്രവർത്തനമായിട്ടല്ല കാണുന്നത്. KSRTCയെ ലാഭത്തിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇതിന്റെ തുടർച്ചയായി ഉണ്ടാവുമെന്ന് വളരെ കൃത്യമായി പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി ജോൺ സാറും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ഒരു മുന്നേറ്റമുണ്ടായ ഒരു പ്രവർത്തനം, ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു വലിയ പ്രവർത്തനം. വെറും ദിവസങ്ങൾ കൊണ്ട് 100 കണക്കിന് NDPS ആക്ട് പ്രകാരമുള്ള ലഹരി വസ്തുക്കൾ കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ വിൽക്കുന്നതിന്റെ ഗൗരവപരമായിട്ടുള്ള കേസുകൾ പോലീസ് സംസ്ഥാനത്തൊട്ടാകെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ ഇതിനോടകം തന്നെ പിടിച്ചു കഴിഞ്ഞു. കേരള സംസ്ഥാന പോലീസ് അതിനുവേണ്ടി വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഈ 2 പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരള സംസ്ഥാനത്തെ മലയാളികൾക്ക് ഏറ്റവും ആശ്വാസകരമായ പ്രവർത്തനങ്ങൾ നടത്തി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നല്ല കാര്യം, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ സ്ഥിര യാത്രക്കാരാണ്, അതുകൊണ്ട് വളരെയധികം സന്തോഷം. ഞങ്ങളിതുപോലെ എന്നും സ്ഥിര യാത്രക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് ഏറ്റവും വലിയ ഉപകാരമാണ്. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം നടത്തിയത് വളരെ സന്തോഷം. ആദ്യം ഇതേ കയറിയിരിക്കുക. ഞങ്ങളെ വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് എന്തെങ്കിലും സൗജന്യം ഒരു അഭിപ്രായമില്ല. ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടട്ടെ. അതുപോലെ ഇത് സാമ്പത്തിക അടിസ്ഥാനത്തിലും കൂടെ ഈ പദ്ധതി, അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ഈ പദ്ധതി വിപുലീകരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നൊരഭിപ്രായം. ഏതായാലും ഈ നിലവിലുള്ള പദ്ധതിക്ക് അഭിനന്ദനങ്ങളുണ്ട്. UDF
അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സൗജന്യ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ യുഡിഎഫിന്റെ അഭിവാദ്യങ്ങൾ ടീം യുഡിഎഫ് യുഡിഎഫ് ഗവൺമെന്റിന് അഭിവാദ്യങ്ങൾ സൗജന്യ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ